തേനി ജില്ലയിലെ തമിഴ്നാട് അതിർത്തിയിലെ ലോവർ ക്യാമ്പിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർഷക സംഘടനകൾ ഉപരോധ സമരം നടത്തി. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുമെന്നും അണക്കെട്ടിന് സമീപം പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും കാട്ടി കുപ്രചരണങ്ങൾ നടത്തുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ കുപ്രചരണം നടത്തുന്നവർക്കെതിരെയും അടിയന്തര നിയമ നടപടി സ്വീകരിക്കണമെന്നും കേരള സർക്കാർ ഇരു സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കുന്നവർക്കെതിരെ ദേശവിരുദ്ധ നിയമം രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട തമിഴ്നാട് കേരള അതിർത്തിയിലെ ലോവർ ക്യാമ്പിൽ ഫാർമേഴ്സ് യൂണിയൻ സംയുക്ത പ്രതിഷേധ പ്രകടനം നടത്തി. കേരള സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് തമിഴ്നാട്ടുകാർ സാമ്പത്തികമായും സഹായങ്ങൾ നൽകിയെങ്കിലും തമിഴ്നാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള മാർഗമെന്ന നിലയിൽ മുല്ലപ്പെരിയാർ പൊളിക്കാൻ കേരള എംപിമാർ പാർലമെന്റിൽ പ്രത്യേക പ്രമേയം കൊണ്ടുവന്നു. അണക്കെട്ടിന് ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കുക. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കർഷക സംഘം ഈ വലിയ പ്രതികൂല നടപടിയെ ശക്തമായി അപലപിക്കുന്നതായി പ്രതിഷേധത്തിൽ പങ്കെടുത്ത പെരിയാർ വൈഗെ ഇറിഗേഷൻ അഗ്രികൾച്ചറൽ അസോസിയേഷൻ കോഓർഡിനേറ്റർ അൻവർ ബാലസിംഗം അറിയിച്ചു. தமிழகத்தில் இருக்கக்கூடிய திரைப்பட நடிகர்கள் எல்லாம் 2019 பெட்டி முடியல 77 தமிழர்கள் நிலச்சரிவில் செத்த போது ₹1 கொடுக்கல. ஆனால் வயநாட்டுக்கு என்ன செய்யறாங்க? அள்ளி கொடுத்துக்கிட்டு இருக்கிறாங்க. அந்த உணர்வை கூட புரிந்து கொள்ளாமல் நாடாளுமன்றத்திலே இடுக்கி எம்பி டீன் குரியாக்கோஸ், தமிழர்களால் 2 லட்சம் ஓட்டு போட்டு மக்களவைக்கு போன அந்த குரியாக்கோஸ், எர்ணாகுளத்தினுடைய எம்பி காங்கிரஸ் கட்சியை சேர்ந்த ஹைபி ஈடன், கொல்லத்தினுடைய எம்பி RSP கட்சியினுடைய தலைவர் பிரேமச்சந்திரன், ராஜ்யசபையிலே இந்திய யூனியன் முஸ்லீம் லீக்கை சேர்ந்த ஹாரிஸ் பிரான், இவர்களெல்லாம் தனி தீர்மானம் கொண்டு வந்து இதோ உடைய போகிறது அணை, அதோ உடைய போகிறது என்று சொல்லிக் கொண்டிருக்கிறார்கள். ஒன்றை மட்டும் நாங்கள் நினைவுபடுத்த கடமைப்பட்டிருக்கிறோம். இந்த 999 ஆண்டுகள் ஒப்பந்தம் என்பது இஸ் நாட் ஏ லீஸ், அது ஒரு செட்டில்மெண்ட்டை என்ன செய்ய முடியாது, எந்த அரசாங்கமும் எந்த நீதிமன்றமும் உடைக்க முடியாது. முதல்ல தெரிஞ்சுக்கணும் கேரள அரசியல்வாதிகள் இவங்க எல்லாரும் என்னது படித்த வழக்கறிஞர்கள். உச்சநீதிமன்றம் 2014ஆம் ஆண்டு கொடுத்த தீர்ப்பை மறுத்து என்ன செய்யறாங்க? இந்த வழக்கறிஞர்கள் எல்லாம் ரோட்டுக்கு வந்து அணை உடைய போவதாக, வயநாடு பிரச்சனையை மடைமாற்றுவதற்காக, வயநாட்டில் ஏற்பட்ட மனிதகுல பேரழிவை மாற்றுவதற்காக என்ன செய்யறாங்க? ஒரு இயக்கம் நடத்தி கொண்டிருக்கிறார்கள். ஒட்டுமொத்த കേരളത്തിനുடைய பார்வையும் മുല്ലപ്പെരിയാർ അണை പക്കം തിരുപ്പി വിടപ്പെട്ടിരിക്കുന്നു. സമരം ചെയ്യുന്ന കർഷകർക്കും കർഷക കൂട്ടായ്മയ്ക്കും വേണ്ടി ഉത്തമപാളയം പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ചെങ്കുട്ടുവേലന്റെ നേതൃത്വത്തിൽ നിരവധി പോലീസുകാരാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, ഗൂഡല്ലൂർ.